ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഹണി റോസ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു. പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏതു സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഇയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക ദ്യോതകമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഞാൻ വ്യക്തിപരമായി മാനസിക വൈകൃതം ഉള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവ്. അതിന് എനിക്ക് പ്രതികരണശേഷി ഇല്ല എന്നർത്ഥമില്ല. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ വ്യാഖ്യാനത്തിൽ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് ഹണി റോസിന്റെ പോസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളെ അവർ പറഞ്ഞില്ലെങ്കിലും ആളുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഈ അടുത്ത കാലത്ത് നടന്ന സംഭവ വികാസങ്ങളിലൂടെ ആൾ ആരാണെന്ന് ഒരുവിധ ആളുകൾക്കൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവും. അത് തീർച്ചയായിട്ടും ബോച്ചയാവാനാണ് സാധ്യത കൂടുതൽ. അവരൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് അറിയില്ല, നമുക്ക് ഊഹിക്കാനേ കഴിയുള്ളൂ. കാരണം അവരെ ഒരു ഉദ്ഘാടനത്തിന് ക്ഷണിച്ച വലിയൊരു പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ബോച്ചയാണ്. ആ സ്റ്റേജിൽ തന്നെ, ആ ഉദ്ഘാടനത്തിന്റെ വേദിയിൽ തന്നെ അവരെ കുന്തി ദേവി എന്ന് പറഞ്ഞ് പരിഹസിച്ച് നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്ക് അവർക്ക് നേരെ ഉണ്ടായി, ബോച്ചയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവരതിനോട് പ്രതികരിച്ചില്ല, ചിരിച്ചു നിന്ന് കേട്ടു എന്ന് പറഞ്ഞിട്ട്, കാരണം തന്നെ അപമാനിച്ചപ്പോൾ അങ്ങനെ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നീട് പല വേദികളിലും ഹണി റോസിന്റെ ഒപ്പം ഇദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പല ഇന്റർവ്യൂകളിലും, ഇപ്പൊ ഈ അടുത്ത് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ വരെ അദ്ദേഹം ഹണി റോസിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചത്. നടീന്നല്ലേ പറഞ്ഞത്, വെടിയെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അപമാനിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ബോച്ചയാവാനാണ് സാധ്യത കൂടുതൽ. ഒരു പേര് പറഞ്ഞില്ലെങ്കിലും പല രീതിയിലെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അവരെ അപമാനിക്കുന്നുണ്ട്. അത് നമ്മളൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവർ പറയുന്നു, അവരെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ട് അവർ പോവാത്തതിൻ്റെ ഒരു പ്രതികാര നടപടി എന്നോണമാണ് അദ്ദേഹം ഇങ്ങനെ അവരെ എല്ലാവരുടെയും പോണിടത്തും വരുന്നിടത്തൊക്കെ അപമാനിക്കുന്നതും അവർ ചെല്ലുന്നിടത്തൊക്കെ ഇടിച്ചു കയറി ചെല്ലുന്നതെന്നാണ് പറയുന്നത്. പണം ഉണ്ടെന്ന് കരുതിയിട്ട് എന്തു ആവാൻ പാടുണ്ട് ഒരു സ്ത്രീക്ക് നേരെ? അതിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ശിക്ഷയൊന്നും ഇല്ലേ എന്നവർ ചോദിച്ചാൽ ന്യായമല്ലേ? സ്വാഭാവികമായിട്ടും അവർ പരാതി കൊടുക്കുകയാണെങ്കിൽ ബോച്ചയ്ക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരും. കാരണം സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ കേസ് എടുക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇദ്ദേഹം വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ തൻ്റെ അവസാന ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ പറയുന്നതെല്ലാം മറ്റുള്ളവർ വളച്ചൊടിക്കുകയാണ്, ഞാൻ നല്ല രീതിയിലാണ് പറയുന്നത്, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് പറയുന്നത്, പക്ഷേ മറ്റുള്ളവരത് വളച്ചൊടിക്കുകയാണ്, അത് എൻ്റെ തെറ്റല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മനഃപൂർവ്വം ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണെന്ന് പലർക്കും മനസ്സിലാവുന്നുണ്ട്. അത് പോസിറ്റീവായിട്ടൊരു പബ്ലിസിറ്റിയേക്കാൾ കൂടുതൽ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് മാർക്കറ്റ് കൂടും. അങ്ങനെ താൻ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക, തൻ്റെ പ്രോഡക്ട്സ് അതിലൂടെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് അദ്ദേഹത്തിനുള്ളത്. നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ മാർക്കറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് അദ്ദേഹത്തിന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്നതും ഇങ്ങനെയുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഹണി റോസും പറയുന്നത്. സ്വാഭാവികമായിട്ടും എത്ര വലിയ ആളായാലും സ്ത്രീകളെ എങ്ങനെ പൊതുവേദിയിലൊക്കെ അപമാനിക്കുന്ന ആളുകൾക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടി വേണം. കാരണം സാധാരണക്കാരനും പൈസക്കാരനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സ്ത്രീകളെ അപമാനിച്ചാൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ് നിയമത്തിന്റെ മുന്നിൽ, അല്ലേ? ഒരു സാധാരണക്കാരനാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ അവനെ എപ്പോഴും അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് പണവും പ്രതാപവും പിടിപാടും ഒക്കെ ഉള്ള ആളുകളായതുകൊണ്ട് അവർക്ക് എന്തും ആവാന്നൊരു നിലപാടുണ്ടോ? സ്വാഭാവികമായിട്ടും ഹണി റോസിനെ പോലെ പ്രശസ്തിയും പണമൊക്കെ ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുത്തു എന്ന് വരും. ഒരു സാധാരണക്കാരിയാണ് ഇതിലൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരുന്നെങ്കിൽ അവൾക്കായിരിക്കും കൂടുതൽ പഴി കേൾക്കേണ്ടി വരിക. കാരണം അവള് മോശമാണ്, അവൾ അന്ന് ചിരിച്ചു കളിച്ച് നിന്നു കൊടുത്തു, കണ്ടില്ലേ, ഇപ്പൊ കണ്ടില്ലേ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീക്ക് നേരെ ആയിരിക്കും പൊതുവെ അറ്റാക്ക് കൂടുതൽ വരിക. എന്ത് തന്നെയായാലും ഹണി റോസ് പറഞ്ഞതിന് ഒരു ആക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.